ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊന്നൊരു ചെറിയൊരു ട്രിപ്പ് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി, അതെല്ലാ പരിപാടിയും കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കൊക്കെ പോയി. സൂപ്പറായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് നാട്ടിലൊരു സൺഡേ കൂടാൻ പറ്റുന്നത്. അപ്പം ചില്ലായിരുന്നു, എല്ലാവരും കാണാനൊക്കെ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ട് എവിടെയുള്ള വേണം വർക്കല അല്ലേ, എങ്ങോട്ടെങ്കിലോ വർക്കല ബീച്ച്, ഒരു ബീച്ച് വൈബിലൊരു ചായ ഇവിടെ. വർക്കല ബീച്ച് കാണാൻ ഭയങ്കര കിടിലം ബീച്ചാണ്. നൈസ്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ബീച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഡ്രൈവേഴ്സ് പൾബർ. ഇത് പിന്നെ നമ്മുടെ അറിയാലോ, ഇതാരെന്ന് അറിയാലോ, മരബരിയ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. കുറച്ച് ചെറിയ വൈബാണ്, പച്ചപ്പും ഹരിതാവും. അഫ്കോഴ്സ് ഞാനൊരു പ്രവാസി ആയതുകൊണ്ട്, ഫാനല്ലേ, ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു ബ്യൂട്ടി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു പരിപാടിയാണ്. ഇങ്ങനെ കാറിൽ പോവുക, തിങ്ങിത്തിരുകി എല്ലാ സൈഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക ഫ്രീഡത്തോടെ. എല്ലാം വരും. ദിവസൂട്ടേ അവിടെ കാണിച്ചു കൂടെ വലത്തെ സൈഡിൽ കൂടെ ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ. മൂന്ന് ചായ. ഇതൊക്കെയാണ് ഇവിടെയുള്ള പലഹാരങ്ങൾ. ഞാൻ പക്ഷേ ഒരു ചിക്കൻ റോളും ബജിയുമാണ് ഞാൻ കഴിക്കാൻ പോണത്. നീ ഏത് കഴിക്കാൻ പോണം? കട്ട്ലറ്റ്. ഒരു കട്ട്ലറ്റ്. കൊള്ളാം കേട്ടോ. ആദ്യം കഴിച്ചപ്പോൾ ഒരു ഇത് കിട്ടിയില്ല, പക്ഷെ ഒരു 2, 3, 4, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സാധനം പൊളിയായി. എങ്ങനെയുണ്ട്? ഒരു റോളും കൂടെ പറയട്ടാ, ചിക്കൻ റോള്. ഒരെണ്ണം കൂടെ പറയട്ടാ നിനക്ക്. വേറെ ബജിയുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്. കട്ട്ലറ്റ് പറയട്ടാ. അത് തന്നെ സമൂസയൊക്കെയാണ്. സമൂസ എന്ന് പറഞ്ഞാൽ വലിയ സമൂസ, മറ്റേ നോർത്ത് ഇന്ത്യൻ സമൂസ. പറയട്ടെ ഒരെണ്ണം കൂടെ. ചായ കിട്ടി. ചായ നമ്മുടെ വൈഫിന് കൊടുക്കുകയാണ്. ബൂസ്റ്റ് വേണോ? നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പം ചേട്ടൻ ബൂസ്റ്റ് ഇട്ട് സെറ്റാക്കി തന്നു. ബൂസ്റ്റ് കുടിച്ചു നോക്കും. എങ്ങനെയുണ്ട്? ബൂസ്റ്റ് കൊള്ളാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടല്ലോ? ബൂസ്റ്റ് കൊള്ളാം. ഞാൻ ബജി കൊള്ളാം. അങ്ങനെ ഞങ്ങൾ വിശാലമായൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. പിന്നെയും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. സുഹൃത്തെ, അങ്ങോട്ട് ചവിട്ടി വിട്, അവിടെ ഇരുട്ടണതിനും എത്തണം. അങ്ങനെ നമ്മള് ഓസ്വിൻ ബ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ലുലു മാളിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ട്രിപ്പിന്റെ ഇടയ്ക്ക് എനിക്ക് തലവേദനയൊക്കെ ആയി. ഭയങ്കര സീനാണ്. ഇതാണ് എന്റെ സുഹൃത്ത് കുടുംബം. ഹർഷ ചേച്ചി, എന്റെ ഓസ്വിൻ സുഹൃത്ത് റൈക്ക. ഹായ് പറ റൈക്ക. ഹായ് പറ റൈക്ക. ഗൈസ്, എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഏത് ബീച്ചായിരുന്നു? ആൻഡ്രൂസോ? സെന്റ് ആൻഡ്രൂസ്. നമ്മളെത്തി ഫൈനലി. നമ്മുടെ ഫസ്റ്റ് ബീച്ച് വിസിറ്റ് ആണല്ലേ അമ്മ? മറിയമ്മ. അത് ഇതായി. ഇതിപ്പം ഹിറ്റായൊരു ബീച്ചാണ് ഇവിടെ ട്രിവാൻഡ്രത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ നൈസായിട്ട് 2-3 കഫേയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര കുറച്ച് സീനാണ്. പക്ഷെ റോഡിലോട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ബീച്ച് നമ്മൾ സൺസെറ്റിൻ്റെ ടൈമിൽ വന്നുകൊണ്ട് തന്നെ വൻ മൂഡ് സാധനം. നമ്മുടെ റൈക്കൂൻ്റെ സൺഗ്ലാസ് ഞാൻ അടിച്ചു മാറ്റി. ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയുണ്ട് എന്റെ സൺഗ്ലാസ്? പാർക്കിംഗ് സ്കില്ലാണ് എൻ്റെ കൂട്ടാൻ്റെ. പകുതി ബീച്ചിലും പകുതി റോഡിലും. ഇതുപോലത്തെ സാധനമാണ് വാങ്ങിക്കണമെന്ന് നീ പറഞ്ഞത്? ഇരുത്താൻ വേണ്ടി. ഞാൻ കുടിച്ചില്ല. വിത്തൗട്ടാണ് ഇത്. ഓ പഴംപൊരി മെയിൻ. ഫൈനലി അല്ല, ഇത് ആദ്യമായിട്ട് കഴിക്കണത് ഈ വരവിന്. പിന്നെ കൊള്ളാം. ആദ്യത്തെ പഴംപൊരി നൈസ് പഴംപൊരി ഉണ്ട്. ഓ മാൻ, എന്തോ അല്ലേ. സൺസെറ്റ് എവിടെ അല്ലേ പറഞ്ഞ? കഴിഞ്ഞു. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. അങ്ങനെ നമ്മൾ ഫൈനലി വർക്കലെത്തി. കഫേ ബൈ ട്രിപ്പീസ് ലൈഫ്. കഫേയിലോട്ടുള്ള എൻട്രൻസ് ആണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. നൈസാണ്, നൈസ് ആംബിയൻസ്. ബീച്ച് വ്യൂ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ബീച്ചാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ ബീച്ചാണുള്ളത്. നമ്മൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ സീനാണ്. സീനെന്ന് പറഞ്ഞാൽ പറ്റില്ല, വൻ സീൻ. കഫേയാണ് കേട്ടോ. നമുക്ക് AC വേണമെന്നുണ്ടെങ്കിൽ ഒരു AC ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ഫുള്ള് ചുറ്റും ഗ്ലാസ്സാണ്. നൈസ് ആംബിയൻസ് ആണ്. ഇപ്പം അല്ലാതെ നമുക്ക് നോർമലി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഈവനിങ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ബീച്ചാണ്, ഡയറക്റ്റ് വ്യൂ. ബീച്ച് കണ്ടുകൊണ്ട് കോഫിയൊക്കെ നമുക്ക് കുടിക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെല്ലാവരും ടേബിളിന് ചുറ്റും എത്തി. Eating sugar, no papa. നമ്മളൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കൊരു ഡിഷ് ഫ്രീ ആയിട്ട് കിട്ടി. ഒരു വാദം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടപ്പോ നെക്സ്റ്റ് ആണ്. പണ്ട് അമ്മച്ചിമാരൊക്കെ മീൻ മേടിക്കാൻ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സംഭവം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡും പരിപാടി എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളൊരു കുറേ ഇങ്ങനെ അയൽവക്കമല്ലോ അടുക്കള വിശേഷങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി വഴിയിൽ വെച്ച് സുഹൃത്ത് പിരിഞ്ഞ് ഞങ്ങളെ വിട്ട് പോവുകയാണ്. ഞങ്ങൾ പിന്നെയും യാത്ര തുടരുകയാണ്. ഇതുവഴി പോയപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നി. അപ്പോൾ ഏത് ജ്യൂസ് കുടിക്കണമെന്നുള്ള
ഒരു കൺഫ്യൂഷനിലാണ് അല്ലെ. നിനക്ക് കരിക്കിൻ ഷേക്കാ? ആ ചിക്കു. നിനക്കാ? ഇതാണ് നമ്മുടെ കവടിയാർ, ട്രിവാൻഡ്രത്തിന്റെ ഹൃദയഭാഗം. ഇതുവഴി കരിക്കിൻ ഷേക്കും കുടിച്ചൊരു യാത്ര. ഫീൽ മാൻ. ഇതൊക്കെ എത്ര വർഷങ്ങളായിട്ട് മിസ് ചെയ്യുന്ന പരിപാടി എന്നറിയാവോ? ട്രിവാൻഡ്രം ഒരു വിഷയമാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സിഗ്നലാണ് ഇവിടെ വരുമ്പോൾ ഒന്ന് റെഡ് സിഗ്നൽ ആയിരുന്നെങ്കിലൊന്ന്. അത്രയും ഒരു കിടിലം വ്യൂ ഉള്ള ഒരു ചർച്ചാണ്. അങ്ങനെ വഴികളിൽ വെച്ച് ഓരോരുത്തർ വിധം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാനും ചിഞ്ചുവും മാത്രം. ഓട്ടാ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരയ്ക്കും ഒരു ചിന്ന ബ്രേക്ക്.